ഹാഫ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടാത്ത ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഇപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഇത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിക്കുന്നതാണ്. സം ഓഫ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 1 + 2 + 3 + 4 + 5 എക്സെട്ര. അതിന് സമ്മ് കാണാനുള്ള ഫോർമുലയാണ് n × n + 1/2. അപ്പോൾ ഇത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നും പറഞ്ഞു തരാനില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് എത്രയാണെന്ന് ചോദിച്ചിട്ട് 7 ആണ്. ഇവിടെ 8 × 9 ആണ്. ആ ഫോർമുല വെച്ചിട്ട് n × n + 1/2 അപ്പോൾ y = 9 വരും. അപ്പോൾ ഇതേമാതിരി എഴുതിയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇവിടെ അത് 1 മുതൽ 100 വരെയുള്ള എണ്ണസംഖ്യയുടെ തുകയാണ്. അത് കാണാനുള്ള ഫോർമുലയാണ് n × n + 1/2. അപ്പോൾ ഇത് മനസ്സിലാക്കുക. 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പ്രശ്നം നമ്പർ 29 ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്, കുറച്ച് പോയിന്റ്സ് വന്നിട്ടുണ്ട്. എക്സ് ആക്സിസിലെ പോയിന്റ് ചെയ്തതാണ് എക്സ് അക്ഷത്തിൽ. അപ്പോൾ നമ്മൾ എക്സ് അക്ഷത്തിലുള്ള ബിന്ദുക്കളുടെ പ്രത്യേകത, എക്സ് അക്ഷത്തിൽ വരുന്നുള്ള ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എക്സ് അക്ഷത്തിലുള്ള ബിന്ദുക്കളുടെ എന്ത് സൂചക സംഖ്യകൾ, y സൂചക സംഖ്യകൾ, അതായത് y കോർഡിനേറ്റ്സ് 0 ആണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 30 ആണ്. ഒന്നാമത്തെ ആൻസർ അതായത് y കോർഡിനേറ്റ് 0 വരുന്ന എല്ലാ പോയിന്റ്സും x ആക്സിസിലാണ്. അതുപോലെ x കോർഡിനേറ്റ് 0 വരുന്ന എല്ലാ പോയിന്റ്സും y ആക്സിസിലാണെന്ന് പറയുന്നുണ്ട്. ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് 3 ലേക്കുള്ള, അതായത് 30, ഒറിജിനിൽ നിന്ന് 3 ലേക്കുള്ള 30 ദൂരം എന്താ, 3 തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 0 0 3 0 ഒറിജിന്റെ കോർഡിനേറ്റ്സ് 0 0 ആണ്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആക്സിസ് വെച്ച് നോക്കി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ 30 ആണ്, ബി 3 ആണ് ആൻസർ. ഒറിജിനിൽ നിന്നുള്ള അകലം 3 ലേക്കുള്ള അകലം 3 തന്നെയാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ. അതിന്റെ കോർഡിനേറ്റ്സ് 0 0 ആണ്. അപ്പോൾ 3 0 ഡിസ്റ്റൻസ് 3 തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. എന്താണ്, ഒരു സർക്കിള് തന്നിട്ടുണ്ട്. ഈ ആംഗിള് 105 തന്നിട്ടുണ്ട്. CBE ഇവിടെ E ഉണ്ട്. ഈ ആംഗിള് 105 എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 105 തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC എന്നാണ്. ആംഗിൾ ADC, ആംഗിൾ ADC എത്ര? ഈ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. ഈ ആംഗിൾ എത്ര? ഈ ആംഗിളിന്റെ മെഷർ തന്നെയാണ് ഇത് വരിക. അങ്ങനെ ഒരു തിയറി പഠിക്കാണ്ട് രണ്ടാമത്തെ ലെസണിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 105 മെഷർ വരിക. ഈ മെഷർ എത്രയാണോ അത് തന്നെ ഇത് വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം ഈ ആംഗിൾ കാണുക. അതായത് ലീനിയർ പെയർ ആണ്. 180 105 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 75 വരും അല്ലേ? 180 105 മൈനസ് ചെയ്താൽ അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ 75 ഡിഗ്രി വരും. ഇനി ഇത് സൈക്കിൾ കോർഡിനേറ്റർ ആണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. അപ്പോൾ ഇത് 105 എന്ന് വരും. അപ്പോൾ ആംഗിൾ ADC 105 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആംഗിൾ ADC പ്ലസ് ABC. ആംഗിൾ ADC പ്ലസ് ABC എത്രയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആംഗിൾ ADC പ്ലസ് ആംഗിൾ ABC എത്രയാണ്? 180. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോകണം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. PQR ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്.
ഇത് ഈ സൈഡ് ലെങ്ത് 1, ഇത് 2, ഇത് 3 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 30 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ച ഒരു ട്രയാങ്കിളിന്റെ പ്രത്യേകത അല്ലേ, 30, 60, 90 അല്ലേ. 30, 60, 90 എന്നുള്ള ത്രികോണം വരുന്നതാണ് ഈ ട്രയാങ്കിൾ അല്ലേ. 30 ഇവിടെ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ QRP എന്നാണ്. QRP ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ QRP ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. കാരണം എന്താ, ഇത് 1, ഇത് √3 ആണ് കേട്ടോ. 1:√3:2. അത് ഏത് ട്രയാങ്കിൾ സൈഡ്സിന്റെ റേഷ്യോ ആണ്? 30, 60, 90 വരുന്ന ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ ആണ്. അപ്പോൾ ഈ റേഷ്യോ നമ്മൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 60 ഡിഗ്രി വരും, 60 ഡിഗ്രി. അത്രേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഇത് 1, ഇത് √3, ഇത് 2 തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, all edges of a square pyramid are equal. ഒരു സ്ക്വയർ പിരമിഡിന്റെ, ഇതാണ് സ്ക്വയർ പിരമിഡ്, ഇതിന്റെ എല്ലാ എഡ്ജസും ഈക്വൽ ആണ്. എല്ലാ എഡ്ജസും ഈക്വൽ ആണ്. ടോട്ടൽ സം ഓഫ് ലെങ്ത് ഓഫ് all its edges. എത്ര എഡ്ജ് ഉണ്ട് നോക്കി നോക്കൂ. എത്ര എഡ്ജ് ഉണ്ട്? അപ്പോൾ എത്ര എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ബേസിൽ 4 എഡ്ജ് ഉണ്ട്, സൈഡിൽ 4 എഡ്ജ് ഉണ്ട് അല്ലേ. മൊത്തം 8 എഡ്ജ് ആണ് ഇവിടെ. എല്ലാ എഡ്ജുകളുടെ ലെങ്ത് ഈക്വൽ ആണെന്ന് പറയുന്നു അല്ലേ. all edges of a square pyramid are equal. എല്ലാ ലെങ്തും ഈക്വൽ ആണ്. ബേസിന്റെ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആണ്. അതായത് ഇത് E ആണ് അല്ലേ, ഇത് A ആണ്. ഇയും എയും ഈക്വൽ ആണ്. അപ്പോൾ മൊത്തം എത്ര എഡ്ജസ് ഉണ്ട് നോക്കാം. 8 എണ്ണം ഉണ്ട്. 4 ബേസ് എഡ്ജസും 4 ലേറ്ററൽ എഡ്ജസും. അപ്പോൾ നമുക്ക് ബേസ് എഡ്ജിന്റെ ലെങ്ത് 7 എടുക്കുകയാണെങ്കിൽ 8A is equal to, എല്ലാ എഡ്ജസും ഈക്വൽ ആണ്. അപ്പോൾ 8A is equal to എത്ര വരും? സം ഓഫ് all its edges is 48 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 48. അപ്പോൾ A എത്ര വരും? 48/8. A is equal to 6 എന്ന്. അതായത് ഇതിന്റെ ബേസിന്റെ എഡ്ജിന്റെ ലെങ്ത് 7 കിട്ടും. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ബേസ് ഏരിയ എന്നാണ്. ബേസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 6 എന്ന് കിട്ടി. അപ്പോൾ ഇതിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 6 ന്റെ സ്ക്വയർ കണ്ടാൽ മതി. എത്ര വരും? 36 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇതിനെ മൊത്തം 8 എഡ്ജ് ആണുള്ളത് മനസ്സിലാക്കുക. എല്ലാ എഡ്ജും ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ ഒരു എഡ്ജിന്റെ ലെങ്ത് 7 എടുത്തിട്ടാണ്. അപ്പോൾ 8 എഡ്ജ് ആണുള്ളത്. അങ്ങനെയാണ് ഇവിടെ 8 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ടാൻജന്റ് വരയ്ക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 2-3 കണക്ക് ഞാൻ ബോർഡിൽ വരച്ചതിന്റെ ടാൻജൻസ് വരയ്ക്കാൻ വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ 6. ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആംഗിൾ ABC 90 എന്ന് തന്നിട്ടുണ്ട്. ABC is equal to 90. ഒരു ആംഗിൾ 45 തന്നിട്ടുണ്ട്. എന്നിട്ട് BCയുടെ ലെങ്ത് 7 എന്ന് തന്നിട്ടുണ്ട്. ACB ഈ ആംഗിളല്ല, ഈ ആംഗിളാണ്. ACB ആണ് 45 തന്നിരിക്കുന്നത്. ആംഗിൾ ACB 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 7 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് AC എന്നാണ്. ഈ ലെങ്ത് കാണണം, ഈ ഹൈപ്പോട്ടനസ് കാണണം. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. ഇത് 45 കാണാം, ഇത് 45 വരിക അല്ലേ. 45, 40, 90, 90, 90, 180. അപ്പോൾ ഈ ആംഗിൾ ആദ്യം കാണാം. അപ്പോൾ ഇത് 45 ഡിഗ്രി വരും. അത് 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 7 ആണെങ്കിൽ ഇത് 7 തന്നെ വരും. എന്താ കാരണം? ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. 2 കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് 7 ഇത് 7 കിട്ടും. അപ്പോൾ AC എന്ന് വരും. AC is equal to, AC ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. AC is equal to root of 7 square plus 7 square equal to root of 49 plus 49 is equal to root of 92.
അപ്പോൾ ഇതിൻ്റെ ലെങ്ത് √98 വന്നു അല്ലേ? ഇനി അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. If a square is drawn with the side AC, if a square is drawn with the side AC, ഈ AC ഒരു വശാക്കിയിട്ട് ഒരു സ്ക്വയർ വരച്ചാൽ വാട്ട് ഈസ് ഏരിയ ഓഫ് ദ സ്ക്വയർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയർ ആക്കിയാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി വരയ്ക്കുകയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്താണെന്ന് ചോദിക്കുന്നത്. സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡിന്റെ സ്ക്വയർ കണ്ടാൽ മതി. √98 സ്ക്വയർ ഈസ് ഈക്വൽ ടു 98 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? റൂട്ടുള്ള ഒരു സംഖ്യനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകും, അത് നിങ്ങൾക്കറിയാം ശരിയല്ലേ? റൂട്ടുള്ള ഒരു സംഖ്യനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? √3 സ്ക്വയർ നോക്കിയോ, √3 സ്ക്വയർ പറഞ്ഞാൽ √3 ഇൻറ്റു √3 ആണ് ഈക്വൽ ടു √3 ഇൻറ്റു 3 ഈക്വൽ ടു √9. √9 എത്രയാണ്? 3 ആണ്. മനസ്സിലായി? √9 എത്രയാണ്? √3 സ്ക്വയർ 3 ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ √98 സ്ക്വയർ എത്ര വരും? 98 വരും. 98 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയറിന്റെ ഏരിയ. ഏഴാമത്തെ കണക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ എയും ഇയും തന്നിട്ട് എല്ല് കാണാം. സ്ക്വയർ പിരമിഡിന്റെ എ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. എ എത്രയാണ്? എ 10 സെന്റിമീറ്റർ എന്നും ഇ 13 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. നിങ്ങളോട് ഇതിന്റെ LSA കാണാനാണ് പറഞ്ഞത്. ലാറ്ററൽ സർഫേസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്. LSA കാണാനുള്ള ഫോർമുല എന്താ? LSA ഓഫ് സ്ക്വയർ പിരമിഡ് ഈസ് ഈക്വൽ ടു 2AL ആണ്. സ്ക്വയർ പിരമിഡിന്റെ LSA കാണാനുള്ള ഫോർമുല 2AL ആണ്. ഇവിടെ L അറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് L അല്ലേ? ബേസ് എഡ്ജിൽ നിന്ന് അപ്പെക്സിലുള്ള ഡിസ്റ്റൻസ് ആണ് L. അപ്പോൾ ഈ L കണ്ടുപിടിക്കുക. എങ്ങനെ L കാണാം? L ഈസ് ഈക്വൽ ടു √13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, അതായത് a സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ ആണ്. 10ന്റെ പകുതിയാണ് 5 ഈക്വൽ ടു 169 മൈനസ് 25 ഈക്വൽ ടു വരും ഈസ് ഈക്വൽ ടു 12. L ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ വരും. അപ്പോൾ 2AL 2 ഇൻറ്റു 10 ഇൻറ്റു 12 എത്ര? 12 24 ഇൻറ്റു 10 240. 240 സെന്റിമീറ്റർ സ്ക്വയർ എന്നിട്ട് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത് കേട്ടോ. നമ്പർ 7. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പോകണോ? ക്വസ്റ്റ്യൻ നമ്പർ 8. ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, 2 വെർട്ടിസസ് തന്നിട്ടുണ്ട്. 4 3 9 7. ക്യൂവിന്റെ കോർഡിനേറ്റ്സും എസിന്റെ കോർഡിനേറ്റ്സും കാണാം. എങ്ങനെ കാണാം? ക്യൂവിന്റെ കോർഡിനേറ്റ് എങ്ങനെ കാണാം? ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് ഇതിന് ഈക്വൽ ആയിരിക്കും, 9 ഈക്വൽ ആയിരിക്കും. അപ്പോൾ 9. ക്യൂവിന്റെ വൈ കോർഡിനേറ്റ് ഈ 3 ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? ഇവിടെ 9 കാരണം എന്താ കാരണം? വെർട്ടിക്കൽ ലൈൻസിന്റെയൊക്കെ കുത്തനെയുള്ള വരകളുടെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം. ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഭൂമിക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന എർത്തിന് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലൈനിന്റെയൊക്കെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം. അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ വെർട്ടിക്കൽ ലൈനാണ്, എക്സ് കോർഡിനേറ്റ് 4 വരും, വൈ കോർഡിനേറ്റ് 7 വരും. ഇതാണ് ആൻസർ. ഇനി പി ക്യൂവിന്റെ ലെങ്ത് കാണാൻ പറയുന്നത്. എങ്ങനെ പി ക്യൂവിന്റെ ലെങ്ത് കാണാം? പി ക്യൂ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. എങ്ങനെ? √9 മൈനസ് 4 ഹോൾ സ്ക്വയർ അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് കാണാം. ഓക്കെ, എന്ത് വരും? 9 മൈനസ് 4 ഹോൾ സ്ക്വയർ
3 എഴുതിയാൽ മതി. ബാക്കി എന്തായാലും 0, 3 മൈനസ് 3 0 ആണ്. അപ്പോൾ ഇവിടെ 9 മൈനസ് 4 ഹോൾ സ്ക്വയർ മാത്രം എഴുതിയാൽ മതി. ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 25 ഈസ് ഈക്വൽ ടു 5. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? മോഡുലസ് 9 മൈനസ് 4 കണ്ടാൽ മതി. 9 മൈനസ് 4 അപ്പോൾ മോഡുലസ് 5 വരും. പുറത്ത് എഴുതുമ്പോൾ 5 എഴുതുക. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഇതേപോലെ ചെയ്യാം. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 10ാമത്തെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു എന്താണ് ഒരു പാരഗ്രാഫിന്റെ ഫോർത്ത് വെർട്ടെക്സ് കാണാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. A box contains 30 balls. അപ്പോൾ total number of balls is equal to 30 ആണ്. ഒരു ബോക്സിൽ 30 ബാൾസ് ഉണ്ട്. അതിൽ വൈറ്റ്, ബ്ലാക്കും റെഡും ആണ് ഉള്ളത്. വൈറ്റ്, ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഒരു ബോക്സിൽ ഇതെല്ലാം കൂടി 30 എണ്ണമാണ് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾ ഈസ് ഈക്വൽ ടു 30. വൈറ്റ് ബോൾ, ബ്ലാക്ക് ബോൾ, റെഡ് ബോൾ. Probability of getting a white ball is 7/30. അപ്പോൾ probability of getting white ball. Probability of white ball. is equal to 7/30 തന്നിട്ടുണ്ട്. വൈറ്റ് ബോളിന്റെ പ്രോബബിലിറ്റി 7/30. 7/30 തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ടോട്ടൽ നമ്പർ ആണ് താഴെ എഴുതുക. അപ്പോൾ 7 വൈറ്റ് ബോളാണ് വന്നത് മനസ്സിലാവും. അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്രയാണ്? 7 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോൾ 7 എന്ന് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ. റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി 3/10 ആണ്. അപ്പോൾ ഇതിനെ 10 ന് 30 ആക്കാൻ എന്താ ചെയ്യുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 × 3 9 ഡിവൈഡ് ബൈ 3 × 10 30. അപ്പോൾ റെഡ് ബോളിന്റെ എണ്ണം 9 ആണെന്ന് കിട്ടും. റെഡ് ബോൾ 9 ആണ്. ബാക്കി എത്ര ഉണ്ട്? ബ്ലാക്ക് ബോൾ 9 7 16. 16 14 ആണ് 30. അപ്പോൾ ബ്ലാക്ക് ബോൾ 14 എണ്ണമാണ്. മനസ്സിലായോ? ഈ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബോൾ എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് white balls? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്? 7. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് getting a black ball from the box? ബ്ലാക്ക് ബോളിന്റെ പ്രോബബിലിറ്റി 14/30. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/15 എന്ന് വരും. 7/15 എന്ന് വരും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ 14 ആണല്ലോ. അപ്പോൾ 40/30. 30 ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണ്. 7/15 ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. What is the probability of red ball if 3 red balls are taken out from the box? 3 റെഡ് ബോൾ എടുക്കുകയാണ്. 3 റെഡ് ബോൾ എടുത്താൽ 9 3 പോയി എത്രയാവും? 6 ആവും. അപ്പോൾ മൊത്തം എത്രയാവും? 30 3 മൈനസ് ചെയ്യണം 27 ആണ്. അപ്പോൾ ടോട്ടൽ 27 വരും. അതിൽ 27 ബോൾ ഉണ്ട്. നോക്കിയപ്പോൾ 27 ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് what is the probability of red ball if 3 red ball are taken out from the box? ഈ ബോക്സിൽ നിന്ന് 3 റെഡ് ബോൾ എടുത്താൽ ഇവിടെ 9 പോയിട്ട് 6 ആവും. അപ്പോൾ ടോട്ടൽ 27 ആവും. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എത്ര? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 27 അല്ലേ? അല്ല 6 റെഡ് ബോൾ 6/27. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇതിൽ 6 റെഡ് ബോളേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ 27 ആണ്. അപ്പോൾ അതാണ് 27. 6/27. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2/2 വരും അല്ലേ? 3 6 ഇതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ.
12 ഇതിലെ പറഞ്ഞതാണ് കേട്ടോ. 12 എന്നിട്ട് എടുക്കാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഒരു സർക്കിള് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്നുണ്ട്. ഒരു സർക്കിള് എക്സ് ആക്സിസിനെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. സർക്കിളിന്റെ സെന്റർ 30 തന്നിട്ടുണ്ട്, റേഡിയസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ദാറ്റ് ദ സർക്കിൾ കട്ട് ദ എക്സ് ആക്സിസ്. ഈ സർക്കിള് കട്ട് ചെയ്യുന്ന ഇതിന്റെ കോർഡിനേറ്റ്സ് കാണണം. ഈ കോർഡിനേറ്റ്സ് ഇതിന്റെ കോർഡിനേറ്റ്സ് എടുക്കാനാണ് ചോദ്യം. ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എങ്ങനെ? ഇത് 30 ആയതുകൊണ്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിങ്ങളുടെ ഇതുവരെയുള്ള 3 ആണ് അല്ലേ? ഈ 5 കൂട്ടിയാൽ മതി. 3 5 8 8 0 വരും. ഇത് എക്സ് ആക്സിസിന്റെ പോയിന്റ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇത് 30 സെന്റർ ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ ഈ 5 കൂട്ടുക, 3 കൂടെ 5 കൂട്ടി 8 8 0 ആണ് ഇവിടെ വരിക. അതുപോലെ ഇവിടെ നിങ്ങളുടെ 5 പോയിന്റ് പുറകോട്ട് എടുക്കുക. എത്ര വരും? -2 0 വരും. ഇതിന്ന് 3 5 യൂണിറ്റ് പുറകോട്ട് എടുക്കുക. എത്ര വരും? 3 1 പോയി 2 1 0 -1 -2. അപ്പോൾ ഇവിടെ -2 0 എന്ന് വരും. ഈ സർക്കിള് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ഇത് -2 0 ഇത് 8 0. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ P എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിള് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ P എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് P എന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ സർക്കിളിന്റെ സെന്ററിന് 1 കൊടുക്കുക. ഈ സർക്കിളിന്റെ സെന്ററും ഇതും കൂടി യോജിപ്പിക്കുക. ഈ OP യോജിപ്പിക്കുക. ഇത് 5 എന്നറിയാം. ഇത് റേഡിയസ് ആണ്. ഇത് റേഡിയസ് തന്നെയാണ് അല്ലേ? ഇതൊരു റേഡിയസ് അല്ലേ? ഇത് 5 ആണ്. അപ്പോൾ ഇത് 5 എന്നറിയാം. ഇതിന്റെ കോർഡിനേറ്റ്സ് അറിയാം. ഈ Pയുടെ കോർഡിനേറ്റ്സ് P y ആക്സിസിലാണ്. അപ്പോൾ അതിൽ x കോർഡിനേറ്റ് 0 എടുക്കുക. 0 y ഇത് y കണ്ടാൽ മതി. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. എങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം? OP is equal to root of 3 minus 0 or 3 square വരും plus 0 minus y അല്ലെങ്കിൽ y minus 0 y square വരും. അപ്പോൾ OP 5 ആണ്. 5 is equal to root of 9 plus y square. ശരിയല്ലേ? 9 plus y square. ഇനി രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിംഗ് both sides. ഇവിടെ സ്ക്വയർ ചെയ്താൽ 25 എന്നാവും. ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകും. 95 plus y square. റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകും. ഇവിടെ 25 എന്നാവും. അപ്പോൾ 25 9 plus y square is equal to 25. y square is equal to 25 minus 9. ഈ 9 ഇങ്ങോട്ട് മൈനസ് ആവും. y square is equal to 16. y is equal to root 16. അത് വരും 4. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് 4 കിട്ടി. അപ്പോൾ ഈ സർക്കിള് y കോർഡിനേറ്റിന് കട്ടുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് ഏത് വരും? P യുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെ വരിക? 0 4 എന്ന് വരും. y യുടെ വാല്യൂ 4 ആണ് കിട്ടിയിരിക്കുന്നത്. therefore the circle cut the y axis at the point 0 4. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. ഈ സർക്കിള് y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം. ഇത് റേഡിയസ് ആണ്. ഇത് y ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് ഇതിന്റെ x കോർഡിനേറ്റ് 0 ആണ്. 0 y എടുക്കുക. എന്നിട്ട് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന 3 minus 0 3 സ്ക്വയർ ആണ്. അതുപോലെ 0 minus y അല്ലെങ്കിൽ y minus 0 ഉണ്ടാകും. 0 minus y minus y സ്ക്വയർ അത് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. y is equal to 4 എന്ന് കിട്ടും. സർക്കിള് y ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 0 4 ആണ്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അടുത്ത പരീക്ഷ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ അടുത്ത ലെസൺ 9ാമത്തെ ലെസൺ ഏതാണ്? കോർഡിനേറ്റ് ആൻഡ് ജോമെട്രി. നമ്മൾ പഠിച്ച ഇങ്ങനെ ഈ ലെസൺ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് കോർഡിനേറ്റ് ആൻഡ് ജോമെട്രി. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.